പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 12 ഇടങ്ങളിൽ ഇഡി റെയ്ഡ് നടക്കുന്നു. മുഖ്യപ്രതി അനന്തകൃഷ്ണന്റെ ഇടുക്കി കൊളപ്രയിലെ ഓഫീസ്, സായി ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാറിന്റെയും കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന്റെയും വീടുകൾ എന്നിവിടങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. എനിക്ക് തോന്നുന്നു നമുക്ക് ആദ്യം അനന്തകുമാറിന്റെ വീട്ടിൽ നിന്നും ജെയിനസ് രാജു കൂടി ചേരുന്നുണ്ട്. അതിലേക്ക് ആദ്യം കടക്കാം. ജെയിൻ, ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാനാവുന്നത് എന്തൊക്കെയാണ്? മോത്തി, കോളപ്ര കേന്ദ്രീകരിച്ച് ആണ് അനന്തകൃഷ്ണൻ ഈ തട്ടിപ്പ് ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്തത്. പ്രധാന ഓഫീസ് എന്ന് പറയുന്നത് കോളപ്രയിലെ ഓഫീസാണ്. അവിടെ നിന്നാണ് എല്ലാം തുടങ്ങിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോളപ്രയിലെ ഓഫീസിലും അതോടൊപ്പം തന്നെ ശങ്കരപ്പള്ളിക്ക് സമീപത്താണ് അനന്തകൃഷ്ണൻ താമസിക്കുന്നത്. അനന്തകൃഷ്ണന്റെ വീട്ടിലും ഇ.ഡി. പരിശോധന നടത്തുന്നത്. ഈ സംഭവമുണ്ടായി, ഈ വിവാദങ്ങൾ തുടങ്ങി അനന്തകൃഷ്ണനെ അറസ്റ്റ് ചെയ്ത ഘട്ടം മുതൽ തന്നെ കുടുംബാംഗങ്ങളെല്ലാം വീട്ടിൽ നിന്ന് മാറിയിരുന്നു. വീട് പൂട്ടിയിട്ട നിലയിലാണ്. ഓഫീസിന്റെ അവസ്ഥയും വ്യത്യസ്തമായിരുന്നില്ല. ഈ രണ്ട് ഓഫീസിലും വീടും കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഇ.ഡി. പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഇ.ഡി. സംഘം എത്തിയത്. ഈ ഇടപാടുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ, അതോടൊപ്പം തന്നെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ, അത്തരം കാര്യങ്ങളിലാണ് കൂടുതൽ പരിശോധന നടക്കുന്നത്. നമുക്കറിയാം, അനന്തകൃഷ്ണൻ കോളപ്രയിലും അതോടൊപ്പം തന്നെ ശങ്കരപ്പള്ളി, കുടയത്തൂരിന് സമീപം ശങ്കരപ്പള്ളിയിലും ഭൂമി വാങ്ങിക്കൂട്ടിയിരുന്നു. ആ ഭൂമിയുടെ രേഖകളടക്കം, ആ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം പരിശോധിക്കുകയാണ്. ഈ പണത്തിന്റെ ഉറവിടവും അതെങ്ങനെ കൈമാറി എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ പരിശോധന ഇ.ഡി. നടത്തുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഇ.ഡിയുടെ അന്വേഷണത്തിൽ വരുന്ന മുഖ്യ വിഷയം എന്നുള്ളത്. എന്തായാലും പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. എന്തൊക്കെ രേഖകളാണ് പിടിച്ചെടുത്തത്, അല്ലെങ്കിൽ എന്തൊക്കെ രേഖകൾ കിട്ടി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരണമെങ്കിൽ കുറച്ചുകൂടി കാത്തിരിക്കണം. ഈ പരിശോധന പൂർത്തിയായാൽ മാത്രമേ എന്തൊക്കെ രേഖകൾ ലഭിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകൂ. ഇനി മറ്റേതെങ്കിലും രേഖകൾ മാറ്റിയിട്ടുണ്ടോ എന്ന കാര്യവും വ്യക്തമല്ല. നേരത്തെ ക്രൈംബ്രാഞ്ച് നൽകിയ കസ്റ്റഡി റിപ്പോർട്ടിൽ, കസ്റ്റഡി അപേക്ഷയിൽ അനന്തകൃഷ്ണൻ പല രേഖകളും അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. കമ്പ്യൂട്ടറുകൾ അടക്കം മാറ്റിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഏതെങ്കിലും രീതിയിൽ തെളിവ് നശിപ്പിക്കൽ അടക്കം നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഈ പരിശോധനയിലൂടെ കൂടുതൽ വ്യക്തത വരും എന്നാണ് കരുതുന്നത്. എന്തായാലും കോളപ്രയിലെ ഓഫീസിലും അതോടൊപ്പം തന്നെ അനന്തകൃഷ്ണന്റെ ശങ്കരപ്പള്ളിയിലെ വീടും കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. അവിടെ 3 ഇടങ്ങളിലായി അനന്തകൃഷ്ണൻ ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. കൊടയത്തൂര് ഡാമിന്റെ, മലങ്കര ഡാമിന്റെ ക്യാച്ച്മെന്റ് ഏരിയയോട് ചേർന്നുള്ള ഒരു ഭൂമി അനന്തകൃഷ്ണൻ വാങ്ങിയിരുന്നു. അവിടെ എത്തിച്ച് കഴിഞ്ഞ ദിവസം പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ശങ്കരപ്പള്ളിയിൽ തൊടുപുഴ പുളിയന്മല റോഡിന്റെ ഓരത്തായിട്ട് ഭൂമി വാങ്ങിക്കൂട്ടിയിരുന്നു. ഇങ്ങനെ പല സ്ഥലത്തായി ഭൂമി വാങ്ങിയിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ, ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ, കള്ളപ്പണ ഇടപാടുകൾ, ഇതെല്ലാമായിരിക്കും ഇ.ഡിയുടെ പരിശോധനാ വിഷയം. ഇതൊക്കെയായിരിക്കും ഇ.ഡി. പരിശോധിക്കുക. കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ, അനധികൃത സ്വത്ത് സമ്പാദനത്തിന് ഉപയോഗിച്ചത് കള്ളപ്പണമാണോ, ഇതിന്റെ രേഖകൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇ.ഡി. ഇപ്പോൾ വിവിധ കേന്ദ്രങ്ങളിലായി റെയ്ഡ് നടത്തുന്നത്. ഇത്തരം രേഖകൾ കണ്ടെത്താൻ കഴിയുമോ എന്നറിയാനാണ്. അനന്തകൃഷ്ണന് പണം നൽകിയവരുടെ വീടുകളിലും ഓഫീസുകളിലും ഒക്കെ റെയ്ഡ് നടക്കുന്നുണ്ട്. സായി ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാറിന്റെയും കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന്റെയും വീടുകളിലും പരിശോധന പുരോഗമിക്കുകയാണ്. നമ്മുടെ പ്രതിനിധി ജെയിനസ് രാജുവാണ് വിവരങ്ങൾ നൽകിയത്.